തൊടിയിലെ പോഷകമായ മുരിങ്ങയില നമ്മൾ പൈസ കൊടുക്കാതെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണത്. വളരെ അമൂല്യമായ ഒരു സാധനമാണത്. കീടനാശിനികളോ ഒന്നും അടിക്കാത്ത ഒരു സാധനമാണ്. ഇലക്കറിയാണ് മുരിങ്ങയില. നമ്മൾ ചീര മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിനകത്തൊക്കെ വളരെ വളരെ വിഷങ്ങളാണ് അടിക്കുന്നത്. ഇപ്പോൾ വിഷം മുക്കിയാണ് തരുന്നതെന്ന് പറയുന്നത്. മുരിങ്ങയില നമ്മൾ ഇറുക്കുമ്പോൾ ഈ വലിയ നാരുകളൊന്നും ഇങ്ങനെ വലുതായിട്ട് കളയേണ്ട കാര്യമില്ല. ഇതാണ് നാരിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. നമ്മളെ വയറ്റിൽ ചെല്ലുന്നത് നല്ലതാണ്. ഫൈബർ അടങ്ങിയ ഒരു സമ്പൂർണ്ണ ഭക്ഷണമാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. എല്ലാ വൈറ്റാമിൻസുകളും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇലക്കറികളിൽ ഒന്നാമനാണിത്. ഉണ്ടോ? ഈ നാരുകൾ നിങ്ങൾ ഇറുത്ത് കളയരുതേ. കൂടുതലായി കുറേയൊക്കെ ഇതിൽ കിടന്നോട്ട്, വേണ്ടാത്തവർ കളയുക. ഈ നാരുകൾ നമ്മളെ മലശോധനത്തിനും വളരെ ഉത്തമമാണിത്. ഈ നാരുകളടങ്ങിയ ഭക്ഷണമെന്ന് പറയുന്നത്. ഈ മുരിങ്ങയിലക്കകത്ത് ഒരുപാട് നാരുകളും ഫൈബർ, പൊട്ടാസ്യം, ഇരുമ്പ് സത്താണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾക്കറിയാമല്ലോ. ഇത് എന്നും ഒരു പിടിയെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് നമുക്കാണ്. നമുക്ക് രക്തം ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കൂ. മുരിങ്ങയില സൂപ്പ്, മുരിങ്ങയില തോരൻ, ഇതൊക്കെ ഉണ്ടാക്കാം. മുരിങ്ങയില വെച്ച് സൂപ്പും ഉണ്ടാക്കാം. നല്ല സൂപ്പ്. മുരിങ്ങയില വേവിച്ച് അതിൻ്റെ സത്തെടുത്ത് അതിനകത്ത് ഇച്ചിരി കടുവൊക്കെ വറുത്തെടുക്കുമ്പോൾ മുരിങ്ങയില സൂപ്പായി മാറും. ഇത് സൂപ്പിനൊന്നും അല്ല. ഇതിപ്പോൾ ഞാൻ ഉച്ചക്കലത്തെ ഭക്ഷണത്തിനകത്ത് തോരൻ വെക്കുന്നു. നല്ല രുചിയാണ് ഇത് വെക്കുമ്പോൾ. നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇട്ട് പുരട്ടി തിന്നാനും ഇത് മതി. ഇതുണ്ടെങ്കിൽ എനിക്കിഷ്ടം ഇതാണ്. ഇത് ചോറിൻ്റെ കൂടെ ഇട്ട് പുരട്ടിയാൽ നല്ലതാണ്, നമുക്ക് തിന്നാൻ. ഇത് ഒരു കറിയായി മാറുകയും ചെയ്യും. കറിക്ക് പുറമെ ഇതിന് വിറ്റാമിനും പോഷകമൂല്യങ്ങളെല്ലാം ധാരാളം അടങ്ങിയതാണിത്. നിങ്ങൾ വന്ന് മുരിങ്ങയില ഒരു പിടിയെങ്കിലും ഒന്ന് കഴിച്ചു നോക്കൂ. ഈ നാരുകളൊന്നും വലുതായിട്ട് കളയേണ്ട കാര്യമില്ല. കണ്ട, ഈ നാര് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കുറേയൊക്കെ പറിച്ച് കളയാം. ഈ നാരെല്ലാവരും പിച്ച് കളഞ്ഞിട്ട് കിടന്നത്. പക്ഷേ കുറേയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചങ്ങ് അരിഞ്ഞാൽ മതി. കൂട്ടിപ്പിടിച്ച് കണ്ട അരിയമ്മ പൊരിപരാന്ന് പറഞ്ഞിരിക്കും. കണ്ട, ഈ ചെറിയ ഇലകൾ നമുക്കിങ്ങനെ തോരൻ വെക്കാം.